ഈ പണി നടക്കുന്നത് ചെറുമുക്കിലാണ്. അപ്പോൾ ഇന്ന് പെയിൻറ്റിങ് ആണ് പണി. അപ്പോൾ വൈറ്റ് വാഷൊക്കെ ആദ്യം തന്നെ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് കളറിങ് ആണ്. അപ്പോൾ കളറിങ്ങിന് ആദ്യം വൈറ്റ് വാഷ് അടിച്ച് കുറച്ചായപ്പോൾ ഇതിൽ മഴ പെയ്തിട്ട് ചെളിയൊക്കെ ഉണ്ട്, അതൊക്കെ തട്ടിയിട്ട് വേണം നമുക്ക് കളറ് ചെയ്യാൻ. ഇപ്പോൾ ഏകദേശം ഇതാണ് ഇതിൻ്റെ ഷേപ്പ്. പിന്നെ അവിടെ ചെറിയ ഗാർഡനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് പുല്ല് വളർന്നിട്ടുണ്ട്. ആ പുല്ലൊക്കെ അതൊക്കെ പെയിൻ്റ് അടിക്കാനുള്ളതാണ്, ആ സൈഡൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ്. ഇതുപോലെ പുറത്തേക്ക് വിരിഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം നമുക്കൊന്ന് പെയിൻറ്റിങ് ചെയ്യാൻ. ഏകദേശം കട്ടിങ്ങൊക്കെ നിസാറ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് ഏകദേശം കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കളറിങ് തുടങ്ങണം. കളറിങ് തുടങ്ങാനുള്ള പരിപാടി. അത് മുറ്റത്ത് സൈഡിലൊക്കെ ചെടി വെക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കട്ട് കൂടുതലാവുന്നത് കട്ട് ചെയ്ത് പുറത്തേക്ക് ഇടുകയാണ്. ഇതിൽ കളൊക്കെ വന്നിട്ടുണ്ട്, ഇതൊക്കെ പറിക്കാണ്ട്, ഇതൊക്കെ പറിക്കുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന വെട്ടിയില്ലേ നമുക്ക് ആ ഭാഗം പെയിൻറ്റിങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെയാണ് ഇത് ഫസ്റ്റ് ഇത് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ഇനി കളർ അടിക്കാൻ തുടങ്ങുകയാണ്. ഇത് ആദ്യം തന്നെ മരത്തുമ്മേൽ നമ്മൾ ബ്ലാക്ക് പെയിൻ്റാണ് അടിക്കുന്നത്. ഫുൾ ബ്ലാക്ക് ആക്കിയിട്ടാണ് ഇനി അടുത്ത പരിപാടി തുടങ്ങൽ. ബ്ലാക്ക് പെയിൻ്റ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മൊത്തം ബ്ലാക്ക് അടിച്ചിട്ടാണ് നമുക്ക് അത് വേറെ കളറിങ് ഗെയിം ചെയ്യുള്ളൂ. അപ്പോൾ ബ്ലാക്ക് അടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ബ്ലാക്ക് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കിണറിൻ്റെയും മൊത്തമായിട്ട് അടിച്ച് കഴിഞ്ഞ് ചക്കക്ക് പച്ച കളറാണ് കൊടുക്കേണ്ടത്. പച്ച നല്ല ഉതിപ്പുള്ള പച്ചയാണ്. ഇനി അത് ഒന്ന് അടിച്ചിട്ട് അതിൽ കളർ മിക്സ് ചെയ്തിട്ട് അടിക്കുമ്പോഴാണ് അത് യഥാർത്ഥ കളറിലേക്ക് വരുള്ളൂ. ഫസ്റ്റ് അടിക്കുമ്പോൾ ചക്ക നല്ല ഉദിക്കണ പച്ചവും. ഇനി അത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കളർ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേലക്കൂടെ ഒന്നും കൂടി അടിക്കും. അപ്പോൾ യഥാർത്ഥ ചക്കൻ്റെ രൂപത്തിലായി വരും. അങ്ങനെയാണ് ചെയ്യൽ. ഇപ്പോൾ ഏകദേശം മരത്തിൻ്റെ തോല് പോയ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്ത് കളർ ചെറുതായിട്ട് മാറ്റി കൊടുത്ത്. അപ്പോൾ ഏകദേശം ഇനി അങ്ങനെ ചക്കൻ്റെ കളർ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ചെറിയ ടച്ചിങ്ങും കൂടി ഉണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇത് അടിക്കുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഉണങ്ങുന്നതനുസരിച്ചാണ് നമ്മൾ പെയിൻറ്റിങ് കളർ ചേഞ്ച് ചെയ്യണത്. ഇതാ ഇപ്പോൾ കൊമ്പുമ്മൽ വരുന്ന ഭാഗത്ത് നമ്മൾ വെട്ടിയ ഭാഗം വരുന്നിടത്ത് നമ്മൾ ചെറിയ കളർ വ്യത്യാസം കൊടുക്കുകയാണ്. നല്ലത് യഥാർത്ഥ കളറിലേക്ക് വരുള്ളൂ. അങ്ങനെ അടിയിൽ കിണറിൻ്റെ സൈഡിലും കളറിങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്നാണ് കൊടുത്ത് വരുന്നത്. അപ്പോൾ അടുത്ത സൈഡ് കൊടുത്തിട്ടില്ല. ഈ സൈഡൊന്നും കൊടുത്തുകൊണ്ട് നിൽക്കണം. മേലായി മാത്രമേ നമ്മൾ മരത്തിൻ്റെ വെട്ടുമാരിക്കുള്ള കളർ കൊടുത്തിട്ടുള്ളൂ. അതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താണ്ട് ഈ പെയിൻറ്റ് ഉണങ്ങുന്നതനുസരിച്ച് നമ്മൾ ഈ കളറിങ് ചെയ്യുള്ളൂ. എന്നാലും അത് ശരിക്കും നമ്മളെ വിചാരിച്ച കളറിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടത്. അതിൻ്റെ ഒറ്റയ്ക്ക് ഈ കളറിങ് ഒന്നും കിട്ടില്ല. അപ്പോൾ ഏകദേശം കളറൊക്കെ വന്ന് ചക്കക്ക്. പിന്നെ നമ്മൾ മുറിച്ച പാടുള്ള ആ സ്ഥലത്തൊക്കെ ഓരോ കളറിങ്ങൊക്കെ ചെയ്ത് കൊടുക്കണം. പ്ലാവിൻ്റെ ഷേപ്പ് ആയതുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കളറിങ് പെട്ടെന്ന് കഴിയും. ഈ കൊമ്പും ചില്ലകളൊക്കെ വരുന്നിടത്ത് ഈ ഒളിഞ്ഞു പോയ സ്ഥലങ്ങളൊക്കെ കാണിക്കുന്ന സ്ഥലത്ത് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനുള്ളൂ. ബാക്കിയുള്ളതൊന്നും വലിയ വിഷയമല്ല. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ പുല്ല് വെട്ടിയ അവിടുത്തെ കുറച്ച് മരത്തിൻ്റെ പീസും കല്ലൊക്കെ വെച്ചിട്ടുണ്ട്, തേച്ചുണ്ടാക്കിയിട്ടുണ്ട്. അതും അതിൻ്റെ ഇടയിൽ കളർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ ചെയ്ത് കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഉണങ്ങുന്നതനുസരിച്ചാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കലാണ്. ഇപ്പോൾ അവിടെ ഉണങ്ങുമ്പോൾ ഇവിടെ ചെയ്തു അങ്ങനെ അഡ്ജസ്റ്റ് ആക്കലാണ്. നല്ല പെട്ടെന്ന് തീരുള്ളൂ. മറ്റേത് കാത്തു നിന്നാൽ നമ്മളെ പണി നടക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഏകദേശം ഈ പ്ലാവിൻ്റെ കുറ്റിൻ്റെ ഏകദേശം പണി അങ്ങനെ നമുക്ക് അതിന് ചെറിയ വെള്ള കളറിലും കൂടി ഉപ്പലുമാരിക്കുള്ള കളർ കൊടുക്കാൻ അതിനുള്ള പരിപാടിയാണ് നമുക്ക് ഇനി അടുത്തത്. എന്നാലേ ശരിക്കും യഥാർത്ഥ മരത്തിൻ്റെ കളറിലായിട്ട് വരുള്ളൂ. അതിന് നമ്മൾ ചെറിയ ഗ്രേ കളർ ഒരു പൂപ്പ് പിടിച്ച അങ്ങനത്തെ ഒരു കളർ ഉണ്ടാക്കിക്കാണ്ട് അതാണ് നമ്മൾ ടച്ച് ചെയ്യണത്. എന്നാലും നമുക്ക് കറക്റ്റ് മരത്തിൻ്റെ ഷേപ്പിലേക്ക് വരുള്ളൂ. നമ്മൾ മരത്തിലുണ്ടാവുമല്ലോ പൂപ്പ് പിടിച്ച മാതിരിക്കുള്ളൊരു ചെറിയ വെള്ളപ്പൊടിയും മരിക്ക് നിൽക്കണ വെള്ളപ്പൊടിയും ഇതുമായിരിക്കുള്ള അതുപോലെ ആക്കുകയാണ്. അപ്പോൾ ഏകദേശം ഈ സൈഡൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇതിൻ്റെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കള വരച്ചതിന് കിട്ടിയതാണിത്. അങ്ങനെ ഇപ്പോൾ ചക്ക ഏകദേശം കളറൊക്കെ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ചക്ക പ്ലാവുമ്പോൾ നമ്മൾ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്.
അങ്ങനെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇനി സൈഡിൽ കുറച്ച് പെയിൻറ്റിങ് കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഏകദേശം പ്ലാവിൻ്റെ പണി ഏകദേശം ഇനിയുള്ളത് നമുക്ക് ആ സൈഡിൽ ചെയ്യാനുണ്ട്. കുറച്ച് ചില്ലറ ടച്ച് വർക്കും കൂടി ഉണ്ട്. ഇനിയിപ്പോൾ ഗിൽസ് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഭാഗം അടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ ഗിൽസിലത് താഴത്തേക്ക് വെക്കുന്ന ടാസ്ക്കാണ്. കാരണം രണ്ടാളുള്ളൂ ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ മേലെ തന്നെ ഇൻ്റർലോക്ക് പൊന്തിച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ടച്ച് ചെയ്യണം. അപ്പോൾ അതിനുള്ളിൽ കുറച്ച് കച്ചറുണ്ട്, അതൊക്കെ ഒന്ന് തട്ടിക്കാണ്ട് പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ കച്ചറ ഉണ്ടായി കഴിഞ്ഞ് പെയിൻറ്റിങ് ചെയ്താൽ അതൊരു വൃത്തിയേടാവും. അങ്ങനെ അത് പൊന്തിച്ചുകൊണ്ട് അടിക്കാനുള്ള പരിപാടിയാണ്. അതിൻ്റെ ഇടയിൽ ചെറിയ കല്ലിനൊക്കെ കളർ ചേഞ്ച് കൊടുക്കുന്നുണ്ട്. ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യേണ്ടത്. ഇപ്പോൾ അത് അതിൻ്റെ ഉള്ളിലോട്ട് പെയിൻറ്റ് അടിക്കുന്നുണ്ട്. അത് അടിച്ചിട്ട് കുറച്ച് ഉണങ്ങിയതിന് ശേഷം ആ വെച്ച കല്ല് മാറ്റിയിട്ട് അവിടെ ടച്ച് ചെയ്യും. മറ്റേ ഗിൽസ് എടുത്തൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആൾ വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഇൻ്റർലോക്ക് അതിൻ്റെ ചോട്ട് വെച്ചിട്ട് പൊന്തിച്ച് പൊട്ടിച്ചുകൊണ്ട് പെയിൻറ്റ് ടച്ച് ചെയ്യണം. പിന്നെ നമ്മളെ സൈഡിൽ മരപ്പീസുമാർക്കുള്ളത് അതിനൊക്കെ ഒന്ന് ടച്ച് ചെയ്യാനുണ്ട് കളറ്. അപ്പോൾ അത് ടച്ചിങ് തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഏകദേശം ഇവിടെ പണി തീർക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതാണ് ഒക്കെ എല്ലാം ഉണങ്ങുന്നവരെ കാത്തിക്കണില്ല. അപ്പോൾ ഇതിന് അടുത്ത പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എന്നാലും നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് വേറെയും പെയിൻറ്റിങ് പരിപാടികളുണ്ട്. ഇവിടെ അല്ല, വേറെ സ്ഥലത്ത്. അങ്ങനെ ഏകദേശം ഓരോ കളർ കൊടുക്കുന്നത് ഫ്രണ്ട് ഭാഗത്താണ്. ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് ചെടികളൊക്കെ വെച്ച ഗ്യാപ്പിൽ ഉണ്ടായിരുന്നു, അവിടെ ഇതുപോലെ വെച്ചതാണ്. പിന്നെ വീടിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കളറിങ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ അത് ഈ സൈഡിലൊക്കെ നമ്മൾ കളർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ കറക്റ്റ് ഒരു പഴയ മരം വീണ് എടുക്കുന്ന രീതിയിലുള്ള കളറിങ്ങാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഓരോന്നിനും ഓരോ വ്യത്യസ്ത കളറാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മരം കൊടുത്തിട്ട് സൈഡിൽ ചാരി വെച്ചമാർക്കുള്ള കളറിങ് ആണ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കളറിങ്ങൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഫ്രണ്ടേജിലും ചെയ്ത ഇതാണ്. സിമ്പിളായിട്ടുള്ള മോഡലാണ്. കാരണം ഒരു പെട്ടെന്ന് വലിയ ഉതിപ്പില്ലാത്ത കളറാകുമ്പോൾ അവിടെ കിടന്നു. അങ്ങനെ ഏകദേശം ഒരുവിധം കളറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ടച്ചിങ്സും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഏകദേശം ഫ്രണ്ട് ഭാഗമൊക്കെ ഏകദേശം കളർ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നമ്മൾ പ്ലാവുമ്പോൾ തന്നെയാണ്, പ്ലാവിൻ്റെ യഥാർത്ഥ കളറിലേട്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഉണങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള വ്യൂസാണ്. അപ്പോൾ നമ്മൾ ഗിൽസ് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്, ഇൻ്റർലോക്കൊക്കെ ഒഴിവാക്കിയിട്ട്. അപ്പോൾ നമ്മൾ ചെറിയ ചക്കയ്ക്ക് കുറച്ച് പച്ച കൂടുതലും മറ്റേ രേസം മഞ്ഞ കലർത്തിയിട്ടും അങ്ങനെ മൂത്തതും മൂക്കാത്തതുമായിട്ടുള്ള ചക്ക ആക്കിയിട്ട്. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടികളൊക്കെ പണി കഴിഞ്ഞിട്ടുള്ള രൂപമാണ്. ഇതുപോലുള്ള കളർ വർക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. പിന്നെ നമ്മൾ വീഡിയോ കാണുന്ന അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ ഏകദേശം നമ്മൾ ഫുള്ള് പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോകളുമായിട്ട് വരാം. ഓക്കെ, ബൈ.